ഹേ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഞാനിത് വോയിസ് ഓവറിലൂടെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ബട്ട് പുറത്തൊക്കെ ഭയങ്കര സൗണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്നൊരു മോർണിംഗ് ടു നൈറ്റ് വരെയുള്ളൊരു ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ ഇത് രാവിലെയാണ്. രാവിലെ ചേച്ചി കിച്ചണിൽ ഭയങ്കരമായ പണിയിലാണ്. ചേച്ചി എന്താണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്? ഞാൻ ഹെൽപ്പ് ചെയ്തോ? ചേച്ചി നല്ല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ടൊമാറ്റോ ചട്നി, നമുക്ക് ചേട്ടനെ കണ്ടിട്ട് വരാം. മിസ്റ്റർ അക്ഷയ് കുമാർ, താങ്കൾ എന്ത് ചെയ്യുകയാണ്? ചേട്ടനെ പോയി കുറച്ച് നേരം ശല്യപ്പെടുത്തി. ഇത് നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ, റൂമിൽ നിന്ന്. ചേച്ചി ഇതിപ്പോൾ പുതിയ ഫ്ലാറ്റ് എടുത്താണ്. അപ്പം പുതിയ ഫ്ലാറ്റിൽ ഞങ്ങൾ ഫസ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും പിന്നെ ടൊമാറ്റോ ചട്നിയാണ് ആക്കിയത്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ഇപ്പോൾ ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ട്. എന്താ കഴിക്കാൻ? ടൊമാറ്റോ ചട്നിയും വിത്ത് കോഫി. ഉച്ചക്കത്തേക്ക് ഞങ്ങളിന്ന് മന്തി ഉണ്ടാക്കിയത്. അപ്പം ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, തിരക്ക് പിടിച്ചുണ്ടാക്കിയതുകൊണ്ടാണ്. കാരണം നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കി. ഞാനാണ് മന്തി ഉണ്ടാക്കിയത്. മന്തിയൊക്കെ ഉണ്ടാക്കി ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് ഇത്തവണ ഉണ്ടാക്കിയെന്നപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി മന്തി. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ റെഡി ആയി. പറയൂ, എങ്ങനെയുണ്ട് മന്തി? സൂപ്പറാണോ? ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. മന്തി സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അവർ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേച്ചി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിളമ്പിത്തരുവാണ്. ഏകദേശം ഒരു 2 o'clock ഒക്കെ കഴിഞ്ഞു. നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഓ, ചേച്ചി മാങ്കോ ഒക്കെ പൊറിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈവനിങ് ആണ്. ഈവനിങ്ങിലേക്ക് ഞങ്ങൾ കപ്പയും മത്തിയും പിന്നെ ഫിഷ് പൊള്ളിച്ചത്. കപ്പ മത്തി നമ്മൾ കോട്ടയം സ്റ്റൈൽ കപ്പ മത്തിയും പിന്നെ ഫിഷ് പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ചേട്ടനിങ്ങനെ അവിടെ ഒരു കറങ്ങി അടിച്ച് നടക്കുകയാണ്. ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാൻ ഒരു ഇതിൻ്റെ അടുപ്പിൽ ഫിഷ് പൊള്ളിച്ചത് ഉണ്ടാക്കി, ഒരെണ്ണത്തിൽ കപ്പ ഉണ്ടാക്കി. അപ്പം ഫിഷ് പൊള്ളിച്ചത് കഴിഞ്ഞു. ഇപ്പോൾ വാഴയിലൊക്കെ കെട്ടി അതിനെ പൊള്ളിക്കാനായിട്ട് പോവുകയാണ്. ഇതിനിടയിൽ ചേച്ചി അവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടത്തുകയാണ്. കിച്ചൺ ഫുള്ള് ഞാനിന്ന് നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. കുക്ക് ചെയ്ത് സെർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഒരടുപ്പിൽ കപ്പ ആവുന്നുണ്ട്, ഒരടുപ്പിൽ ഫിഷ് പൊള്ളിച്ചതാവുന്നുണ്ട്. രണ്ടും അറ്റ് എ ടൈമാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പയും മത്തിയും അതുപോലെ കപ്പ കക്കാർച്ചിയൊക്കെ. ടേസ്റ്റ് നോക്ക്. ടേസ്റ്റ് നോക്ക്. അങ്ങനെയുണ്ട്. ഓക്കെ, കപ്പയും മത്തിയും പിന്നെ ഫിഷ് പൊള്ളിച്ചതും രണ്ടും ഒരുപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. രണ്ടടുപ്പിലുമായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തു. ഞാൻ ചേച്ചിനെ കളിയാക്കുവാണ്, കെയറിങ് ഭാര്യ. പിന്നെ നൈറ്റ് ഡിന്നറിൻ്റെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. കപ്പ മത്തി വിത്ത് ഫിഷ് പൊള്ളിച്ചത്. അപ്പോൾ പിന്നെ ഒരാഗ്രഹം കൂടെ കഞ്ഞിയും കൂടെ കുടിച്ചാലോ എന്ന്.
അപ്പോൾ ചേച്ചി വേഗം പോയി കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ കഞ്ഞി, ഫിഷ് പൊള്ളിച്ചത്, ആവോലിയാണ്, ആവോലി പൊള്ളിച്ചതും പിന്നെ കപ്പയും മത്തിയും. ഭയങ്കര സൂപ്പർ ഫുഡ് റെഡിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഞ്ഞി, കപ്പ പുഴുക്ക് ആൻഡ് ഫിഷ് പൊള്ളിച്ചത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ച് ചേച്ചി എന്താണ് ഞാൻ ഫസ്റ്റ് എങ്ങനെയുണ്ട് ഫുഡ് പറയോ? സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് ഫിഷ് പൊള്ളിച്ചത്? നല്ല അടിപൊളി ഫിഷ് പൊള്ളിച്ചത്. സൂപ്പർ സൂപ്പർ. അടിപൊളി കപ്പയും നല്ല കഞ്ഞി, കപ്പ, നല്ല ഫിഷ് പൊള്ളിച്ചത്, കപ്പയല്ല, വെറും കപ്പയല്ല, കപ്പ വിത്ത് മത്തി മത്തി ഇട്ട് കുഴച്ചത്. കുഴച്ചത്. ആയിതാ. ഇന്നത്തെ ഫുഡ് അടിപൊളിയായ മച്ചേട്ടാ. സൂപ്പർ സൂപ്പർ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1 മണി 2 മണി വരെയൊക്കെ സംസാരിച്ചിരിക്കും. നാളെ ഞങ്ങൾക്ക് 3 പേർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞാൻ അവരോട് പറയാണ്, വന്ന് ഗുഡ് നൈറ്റ് പറ, നമുക്ക് വ്ലോഗ് സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ഭയങ്കര നാളാണ് വന്ന് ഗുഡ് നൈറ്റ് പറയാൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.